ഏറെ സുപ്രധാനമായ വാർത്തയിലേക്ക് ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക് പോകുന്നു. തിരുവനന്തപുരം വെള്ളറട വില്ലേജ് ഓഫീസിൽ സ്ഫോടനം നടന്നിരിക്കുന്നു. നിരവധി ഉദ്യോഗസ്ഥർക്ക് സ്ഫോടനത്തിൽ പരിക്കേറ്റ് വില്ലേജ് അസിസ്റ്റന്റിന് ഗുരുതര പരിക്കും ഏറ്റിരിക്കുന്നു. പെട്രോൾ ബോംബാണ് എറിഞ്ഞതെന്നാണ് ഇപ്പോൾ സംശയം ലഭിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ ജീവൻ കുമാർ നൽകും. ജീവൻ, എന്താണ് സംഭവിച്ചത്? ഹലോ പ്രജീഷ്, രാവിലെ 11:30 ഒരു കോട്ട് ധരിച്ച ഒരാളാണ് വെള്ളറട വില്ലേജ് ഓഫീസിൽ എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെള്ളറട ആനപ്പാറയിലുള്ള വില്ലേജ് ഓഫീസിലാണ് എത്തിയത്. ഒരു കയ്യിൽ ഒരു ബ്രീഫ് കേസ് ഉണ്ടായിരുന്നു, കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ബാഗിലേക്ക് അയാൾ തീയിടുകയായിരുന്നു. തുടർന്ന് 4-5 ജീവനക്കാർക്ക് പൊള്ളലേറ്റു. അതിൽ ഒരു ജീവനക്കാരൻ വേണു എന്ന ജീവനക്കാരന്റെ നില അല്പം സാരമായി തന്നെയാണ് പൊള്ളലേറ്റിരിക്കുന്നത്. വില്ലേജ് ഓഫീസിനുള്ളിലെ കമ്പ്യൂട്ടറും മറ്റു ഫയലുകളും എല്ലാം ആകെ കത്തി നശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായ വിവരം ഇത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. നിലവിൽ വില്ലേജ് ഓഫീസിലെ മുഴുവൻ ഫയലുകളും കത്തി നശിച്ച നിലയിലാണ്. ആ സമയത്ത് ജീവൻ എപ്പോഴായിരുന്നു സംഭവം? ഏത് സാഹചര്യത്തിലാണ് ഈ പെട്രോൾ ബോംബുമായി, അല്ലെങ്കിൽ സംശയിക്കുന്ന തരത്തിൽ ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ രാവിലെ അദ്ദേഹം ഒരു സൂട്ട് കേസിൽ ഒരു വ്യക്തി സംശയാസ്പദമായി എത്തുന്നു. അതിനുശേഷം ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ സ്ഫോടനത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടം ഉണ്ടായത്? പ്രജീഷ്, 11:30 വില്ലേജ് ഓഫീസിലെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ ഒരു കറുത്ത കോട്ട് ധരിച്ചെത്തിയ ഒരാൾ വില്ലേജ് ഓഫീസിനുള്ളിലേക്ക് പ്രവേശിച്ചത്. ആ സമയത്ത് കരമടയ്ക്കാനും വില്ലേജ് ഓഫീസിലെ മറ്റു ചില കാര്യങ്ങൾക്കുമായി ചില ആളുകളും അവിടെ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. എന്നാൽ കയ്യിലുണ്ടായിരുന്ന ബാഗിലേക്ക് ഇയാൾ തീയിടുകയായിരുന്നു എന്നാണ് പറയുന്നത്. വലിയ സ്ഫോടന ശബ്ദത്തോടു കൂടിയായിരുന്നു പൊട്ടിത്തെറിച്ചത്. തുടർന്ന് അടുത്തുള്ള ആളുകൾ എത്തി നോക്കുമ്പോൾ അതിൽ വേണു എന്ന ഒരാൾക്ക് ഗുരുതരമായ രൂപത്തിൽ തന്നെയാണ് പൊള്ളലേറ്റിരിക്കുന്നത്. അയാളെ വെള്ളറടയിൽ നിന്നും നേരെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് 6ഓളം ജീവനക്കാർക്ക് ചെറിയ തോതിലുള്ള പരിക്കാണുള്ളത്. അവരെ നെയ്യാറ്റിൻകരയിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തത നമുക്കിപ്പോൾ പറയാനാവില്ല. എന്നാൽ സംഭവത്തിന് പിന്നിൽ എന്തായാലും ഇത് സ്ഫോടനമാണ് എന്ന തരത്തിൽ ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അതായത് അട്ടിമറി സംശയിക്കപ്പെടുന്നുണ്ട്. അട്ടിമറി തന്നെയാണ് ജീവൻ. പ്രജീഷ്, ഇവിടെ ചില പുറമ്പോക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട് ചില പുറമ്പോക്ക് ഭൂമി പറിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങൾ നേരത്തെ തന്നെ ഇവിടെ നിലനിന്നതായി പറയുന്നു. പക്ഷേ ഇപ്പോൾ ഈ വാർത്തയ്ക്ക് നമുക്കൊരു സ്ഥിരീകരണമായി പറയാനാവില്ല. ചില കൺഫർമേഷൻസ് കൂടെ ഈ കാര്യത്തിൽ ലഭിക്കേണ്ടതുണ്ട്. അവിടെ ഈ പുറമ്പോക്ക് ഭൂമിയുടെ സൂക്ഷിച്ചിരിക്കുന്ന ഫയലുകൾ അടക്കമാണ് ഇപ്പോൾ കത്തി നശിച്ചിരിക്കുന്നത് എന്നതും ഇതിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു വിശദീകരണം ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും അവരുടെ ഒരു വിശദീകരണം കൂടി ലഭ്യമായതിന്റെ ഭാഗമായി മാത്രമേ നമുക്കിപ്പോൾ ഈ കാര്യത്തിൽ ഒരു വ്യക്തത നൽകാനാവൂ. അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം തന്നെ ഉണ്ടായിരിക്കുന്നത്. രാവിലെ 11:30 സംഭവം ഉണ്ടായത്. ഇപ്പോൾ മറ്റു വിശദാംശങ്ങൾ ഈ കാര്യത്തിൽ ലഭ്യമല്ല എന്നതാണ് നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന വിവരം. പ്രതീഷ്, ജീവൻ ദൃശ്യങ്ങളിലേക്ക് ഒരു പക്ഷേ പോകേണ്ടതുണ്ട്. വളരെ വ്യക്തമായും ഈ സമയത്ത് സ്ഫോടനം നടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് എത്ര പേരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ? കൂടുതൽ പേർക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം അനുസരിച്ചുള്ള കണക്കുകളാണ് മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. ഏകദേശം 7ഓളം പേർ, അതിനും അപ്പുറത്തേക്കുള്ള ജനസാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നുവോ? പ്രതീഷ്, രാവിലെ വില്ലേജ് ഓഫീസിൽ എത്തിയ ചില ഇടപാടുകാരാണ് അവിടെ ഉണ്ടായിരുന്നത്. കരമടയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെയായി എത്തിയിരുന്ന ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒപ്പം വില്ലേജ് ഓഫീസിലെ സാധാരണ രീതിയിലുള്ള ജീവനക്കാരും അവിടെ ഉണ്ടായിരുന്നു. അവരായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ മറ്റു പ്രകോപനങ്ങളൊന്നുമില്ലാതെ തന്നെയായിരുന്നു അക്രമം ഇത്തരത്തിൽ സ്ഫോടനം നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തഹസിൽദാരും മറ്റ് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവരിൽ നിന്നുള്ള മറുപടി കൂടെ ലഭ്യമായെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ ഒരു കൃത്യമായ എന്താണ് സംഭവം നടന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദീകരണം ഉണ്ടാവുകയുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ ജീവൻ വിശദീകരണം തേടുക. ദിനകറിലേക്ക് ഞാൻ പോവുകയാണ്. ശ്രീ ദിനകർ, ഇവിടെ 11 മണിക്ക് ആണ് ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത്രയും സമയം ഏകദേശം 1 മണിക്കൂറോളം പിന്നിടുമ്പോൾ ഏത് രീതിയിലാണ് അവിടേക്ക് ഈ പറയുന്ന അട്ടിമറിയാണെങ്കിൽ ഈ പറയുന്ന വ്യക്തി സംശയാസ്പദമായി ബാഗുമായി എത്തുന്നു, അതിനുശേഷം
അദ്ദേഹം ഈ ബാഗിലേക്ക് മറിഞ്ഞു വീഴുന്നു എന്നാണ് ജീവൻ റിപ്പോർട്ട് ചെയ്തത്. എന്താണ് ഒരു പക്ഷേ ശരിക്കും സംഭവിച്ചത്? അട്ടിമറി തന്നെ സംശയിക്കപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണോ നിലവിൽ പോലീസിൻ്റെ അടക്കമുള്ള പ്രാഥമികമായ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? പ്രജീഷ്, ജീവൻ സൂചിപ്പിച്ചതുപോലെ രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഹെൽമറ്റ് ധരിച്ച് സൂട്ട് കേസുമായി എത്തിയ ഒരു വ്യക്തിയാണ് ആക്രമണം നടത്തിയത്. സൂട്ട് കേസുമായി എത്തിയ വ്യക്തി വില്ലേജ് ഓഫീസറെ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാഗ് അവിടെ വച്ചതിന് ശേഷം അതിന് തീയിടുകയായിരുന്നു. ഇത് പെട്രോൾ ബോംബ് ആയിരുന്നു എന്നാണ് സംശയിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇതുവരെ പോലീസിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വില്ലേജ് ഓഫീസ് ഏതാണ്ട് കത്തി നശിച്ചിട്ടുണ്ട്. നിരവധി ഫയലുകളും അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറുകളും ഉൾപ്പെടെ കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. 6 ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അത് 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും വാർത്ത നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ ഒരാളുടെ നില അല്പം ഗുരുതരമാണ് എന്നും പറയുന്നുണ്ട്. ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രി, ഈ ഓഫീസറെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നും സൂചനയുണ്ട്. നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ പാറമടയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന ചില സ്ഥിരീകരിക്കാത്ത ചില സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പുറമ്പോക്ക് സ്ഥലവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇതിനുള്ളിലുണ്ട്. വില്ലേജ് ഓഫീസറോടുള്ള വിരോധമാണ് ഇതിന് പിന്നിലെന്ന് ചില സൂചനകൾ മാത്രമാണ് ലഭിക്കുന്നത്. അത് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ മാത്രമാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക. വില്ലേജ് അസിസ്റ്റന്റ് വേണുവിനാണ് പരിക്ക് ഏറ്റിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിസ്സാരമായി പരിക്കേറ്റ 5 പേരെ നെയ്യാറ്റിൻകരയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വന്ന ആൾ കോട്ട് ധരിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അയാളുടെ കയ്യിൽ സൂട്ട് കേസും ഉണ്ടായിരുന്നു. ഈ സൂട്ട് കേസിനുള്ളിൽ പെട്രോൾ ബോംബ് ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് തീ വച്ച ശേഷം ഇയാൾ ഇറങ്ങി ഓടി ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സംഭവസ്ഥലത്തേക്ക് ഇപ്പോൾ റൂറൽ SP സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നതേ ഉള്ളൂ. വില്ലേജ് ഓഫീസിൻ്റെ ഉൾവശം ഏതാണ്ട് പൂർണ്ണമായി കത്തി നശിച്ച നിലയിലാണ്. 6 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാളുടെ നിലയാണ് അല്പം ഗുരുതരമാണ് എന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിന് പിന്നിൽ ഉള്ള ഗൂഢശ്രമം എന്ത് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തത കൈവന്നിട്ടില്ല. പോലീസും ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ്, ഇയാളെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ്. ഈ വ്യക്തി വന്ന വ്യക്തി കോട്ട് ധരിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന, അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സമയത്ത് ഉഗ്രസ്ഫോടനം തന്നെയായിരുന്നു. കാരണം പെട്രോൾ ബോംബിൻ്റെ അതിൻ്റെ തീവ്രത ഒക്കെയും പ്രാഥമികമായി വലിയ ശബ്ദത്തോടു കൂടി തന്നെയാണോ അവിടെ സ്ഫോടനം ഉണ്ടാകുന്നത്? ഈ 7 പേരാണ് ഒരു പക്ഷേ അപകടം പറ്റിയതായി നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ. അതിനപ്പുറത്തേക്ക്, കാരണം 11 മണിയൊക്കെ ആകുമ്പോൾ വില്ലേജ് ഓഫീസ് കൂടിയാണ്, ക്രയവിക്രയങ്ങൾക്ക് വേണ്ടിയൊക്കെ ആളുകൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടേക്കാമോ? എന്തായിരുന്നു ഒരു പക്ഷേ എയിം എന്നത് സംബന്ധിച്ചുള്ള സാധ്യതകളൊക്കെയും തേടുന്നുണ്ടോ? ഈ പറയുന്ന വ്യക്തി, സംശയിക്കപ്പെടുന്ന വ്യക്തി ഈ അപകടത്തിൽ പെട്ടുവോ? അങ്ങനെയൊക്കെയും ഒട്ടേറെ ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. ദിനകർ, പ്രതീക്ഷ, തീർച്ചയായും ഇതിന് പിന്നിലുള്ള വസ്തുതകൾ എന്ത് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ വ്യക്തതയില്ല. കാരണം നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന സൂചനകൾ വില്ലേജ് ഓഫീസറുമായിട്ടുള്ള പ്രശ്നമാണ് ഇതിന് പിന്നിലെന്നാണ് കരുതുന്നത്. കാരണം ബോംബുമായി എത്തിയ അല്ലെങ്കിൽ പെട്ടിയുമായി എത്തിയ വ്യക്തി വില്ലേജ് ഓഫീസറെ കാണിച്ചു തരാം എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഈ കയ്യിലുണ്ടായിരുന്ന ബാഗ് അവിടെ വച്ചതിന് ശേഷം അതിലേക്ക് തീപ്പെട്ടി ഉരച്ചിടുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതേ തുടർന്നാണ് സ്ഫോടനം നടന്നത്. സ്ഫോടനത്തിൽ വില്ലേജ് ഓഫീസിനുള്ളിലുണ്ടായിരുന്ന 6-7 പേർക്ക് പരിക്കേറ്റു. വില്ലേജ് അസിസ്റ്റന്റ് വേണുവിനും പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് സാരമായ പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം മറ്റ് 6 പേർക്കും നിസ്സാര പൊള്ളൽ ഏറ്റിട്ടുണ്ട്. ഈ വില്ലേജ് ഓഫീസിനുള്ളിലെ ഉണ്ടായിരുന്ന റെക്കോർഡുകളും അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറുകളും ഉൾപ്പെടെ കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവരെ നെയ്യാറ്റിൻകരയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസിന് ഉൾവശവും കത്തി നശിച്ചിട്ടുണ്ട്. എന്താണ് സംഭവം എന്നത് സംബന്ധിച്ച് വ്യക്തത ഇപ്പോഴും ഇല്ല. ചില പുറമ്പോക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പാറമടയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും
ഉണ്ടായിരുന്നു എന്നും കേൾക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇനി വ്യക്തത കൈവരുത്തേണ്ടതുണ്ട്. എന്തായാലും ഇവിടെ സംഭവിച്ചത് ഏറെ വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. കാരണം ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. ദിനകർ ഈ പ്രദേശം, ഈ മേഖല കേന്ദ്രീകരിച്ച് ദിനകർ സൂചിപ്പിച്ചതുപോലെ പാറമടയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമാണെങ്കിൽ കൂടിയും ഒരു അട്ടിമറിയിലേക്ക് പോകാൻ, അത് വ്യക്തിവൈരാഗ്യം എന്ന നിലയിലേക്കാണോ, സംശയങ്ങൾ എന്ന രൂപേണയെങ്കിലും ഇൻഫർമേഷൻസ് ലഭിക്കുന്നത്? കാരണം വില്ലേജ് ഓഫീസറെ ലക്ഷ്യമിട്ട് വരുന്ന ഒരു സാഹചര്യമായിരുന്നുവോ, അതോ മൊത്തത്തിൽ ഫയലുകളടക്കം കത്തി നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു? അങ്ങനെ ഏറെ ചോദ്യങ്ങൾ ഉയരുന്നു. എന്തായിരുന്നു എയിം എന്നത് സംബന്ധിച്ച് ഫയലുകൾ കത്തി നശിപ്പിക്കേണ്ട സാഹചര്യം, അങ്ങനെ ഒട്ടേറെ സംശയങ്ങൾ. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന കേട്ടുകേഴ്വി അനുസരിച്ച് പ്രദേശവാസികളോ അല്ലെങ്കിൽ പോലീസിനോ കിട്ടുന്ന വിവരങ്ങൾ ഏത് രീതിയിലാണ്? പ്രജീഷ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പോലീസിനും ലഭ്യമല്ല. നമ്മൾ പോലീസുമായും ബന്ധപ്പെട്ടിരുന്നു. ഒരു വ്യക്തി രാവിലെ വില്ലേജ് ഓഫീസിൽ എത്തുന്നു. വില്ലേജ് ഓഫീസറെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ കയ്യിലുണ്ടായിരുന്ന ബാഗ് അവിടെ വയ്ക്കുകയും തുടർന്ന് തീപ്പെട്ടിക്കുള്ളി ഉരച്ച് ഇതിലേക്ക് ഇടുകയുമായിരുന്നു. ഇതേ തുടർന്ന് സ്ഫോടനം സംഭവിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇതേ തുടർന്ന് വില്ലേജ് ഓഫീസിന് ഉൾവശം കത്തിനശിക്കുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് നമ്മൾ സൂചിപ്പിച്ചതുപോലെ വില്ലേജ് ഓഫീസിലെ രേഖകളും അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറുകളും ഉൾപ്പെടെ കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ നശിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നോ ഇത് എന്നുകൂടി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ വില്ലേജ് ഓഫീസറുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. അതിനപ്പുറത്തേക്കുള്ള വിശദാംശങ്ങൾ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടില്ല. പോലീസും റൂറൽ SP ഇപ്പോൾ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പെട്രോൾ ബോംബാണ് എറിഞ്ഞത് എന്ന ഒരു സംശയം തന്നെയാണ് നിലനിൽക്കുന്നത്. ആ ഒരു രീതിയിലാണ് നമുക്ക് വാർത്ത ലഭിക്കുന്നത്, അവിടെ നിന്നും ലഭിക്കുന്നത്. പിന്നെ അത്തരം സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. പരിക്ക് പറ്റിയവരും അതുതന്നെയാണ് പറയുന്നത്. ബാഗുമായി എത്തിയ വ്യക്തി ഇതിലേക്ക് ഒരു തീപ്പെട്ടിക്കുള്ളി ഉരച്ചിടുകയായിരുന്നു. തുടർന്നാണ് സ്ഫോടനം ഉണ്ടായത് എന്ന് ആണ് ലഭിക്കുന്ന വ്യക്തമായ സൂചന. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരും അത്തരം വിവരങ്ങളാണ് നമുക്ക് നൽകുന്നത്. പ്രദേശത്തിന്റെ ഒരു ഭൂമിശാസ്ത്ര ഘടന അനുസരിച്ച് നോക്കിയാൽ ഈ വില്ലേജ് ഓഫീസ് നിൽക്കുന്നത് തിരക്കേറിയ മേഖലയിലാണോ, അതോ ഈ തിരക്കില്ലാത്ത വെള്ളറട പോലൊരു മേഖലയാണ്, അവിടേക്ക് ഒഴിഞ്ഞ ഭാഗത്താണ്? അതിൻ്റെ ഭൂമിശാസ്ത്ര ഘടനയൊക്കെ പരിശോധിച്ചാൽ പ്രതീക്ഷ തീർത്തും ഒരു ഗ്രാമപ്രദേശമാണ് വെള്ളറട. വലിയ അധികം ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ വലിയ തിരക്കില്ലാത്ത ഒരു മേഖലയിലാണ് വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സമയത്താണ് ഇവിടേക്ക് ഇയാൾ കടന്നു വരികയും ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തുകയും സ്ഫോടനം നടത്തുകയും ചെയ്തത്. സംഭവത്തെക്കുറിച്ച് പോലീസ് ഗൗരവമായി അന്വേഷിച്ച് വരികയാണ്. എന്താണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളത് സംബന്ധിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ആശുപത്രിയിൽ കഴിയുന്നവരും അവർക്കും ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത ഇല്ല. ഇങ്ങനെ ഒരു വ്യക്തി അവിടെ എത്തുന്നു, ആ വ്യക്തി ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തുകയായിരുന്നു എന്നതിനപ്പുറത്തേക്ക് അവർക്കും കൂടുതൽ കാര്യങ്ങൾ ലഭ്യമായിട്ടില്ല. പ്രജീഷ്, പൊട്ടിത്തെറിച്ചത് ഹെൽമറ്റ് ധരിച്ചെത്തിയ വാഹനത്തിൽ വ്യക്തി കൊണ്ടുപോയ പെട്രോൾ ബോംബ് എന്നാണ് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരം വെള്ളറയിൽ വില്ലേജ് ഓഫീസിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. 7 ഉദ്യോഗസ്ഥർക്ക് സ്ഫോടനത്തിൽ പരിക്കേറ്റു. ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. വില്ലേജ് അസിസ്റ്റന്റിനാണ് ഇത്തരത്തിൽ അതീവ ഗുരുതര പരിക്കുണ്ടായിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. വില്ലേജ് ഓഫീസർ പ്രഭാകരനും പരിക്കേറ്റിരിക്കുന്നു. ഭൂമി സംബന്ധമായി പ്രദേശത്ത് നിലനിൽക്കുന്ന വിഷയങ്ങൾ, അനുമാനങ്ങൾ മാത്രമാണ് ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ലഭിക്കുന്നത്. പാറമട കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുള്ള ക്രയവിക്രയങ്ങളുടെയൊക്കെയും സംശയങ്ങളിലേക്ക് വരുന്നു. അതോ അതിനപ്പുറത്തേക്ക് ഇനി ഒട്ടേറെ ഫയലുകൾ കൂടി വില്ലേജ് ഓഫീസിനുള്ളിലെ ഫയലുകൾ കത്തി നശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി എന്തായിരുന്നു അത്തരത്തിൽ ഫയലുകൾ നശിപ്പിക്കപ്പെടാനുള്ള ബോധപൂർവമായ ഇടപെടലായിരുന്നോ തുടങ്ങിയ സംശയങ്ങൾ ഒട്ടനവധി ഉയർന്നുകൊണ്ടിരിക്കുന്നു. പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിലേക്ക് ഗുരുതരമായി പരിക്കേറ്റ ആളെ കൊണ്ടുപോയിരിക്കുന്നു തുടങ്ങിയ പ്രാഥമികമായ വിവരങ്ങളാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ദിനകറിലേക്ക് ഒരിക്കൽ കൂടി പോയ ദിനകർ, എപ്പോഴായിരുന്നു സംഭവം? പുതുതായി എത്തിയ പ്രേക്ഷകർക്ക് ആ സമയത്തിന്റെ ക്രമമനുസരിച്ച് പരിശോധിച്ചാൽ എപ്പോഴായിരുന്നു സംഭവം? ലഭിക്കുന്ന പുറം ലോകം ഈ വാർത്ത അറിയുന്നത് എപ്പോഴാണ്? പ്രജീഷ്, ഏതാണ്ട് 11:45 ഈ വാർത്ത പുറത്തു വരുന്നത്. തിരുവനന്തപുരം വെള്ളറട വില്ലേജ് ഓഫീസിൽ സ്ഫോടനം നടന്നിരിക്കുന്നു. രാവിലെ 11 മണിയോടുകൂടി ഹെൽമറ്റും അതോടൊപ്പം തന്നെ കോട്ടും ധരിച്ചെത്തിയ ഒരു വ്യക്തി
സൂട്ട് കേസുമായി കടന്നു വരുന്നു. അതിനുശേഷം വില്ലേജ് ഓഫീസറെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് ഈ ബാഗ് അവിടെ വയ്ക്കുകയും തുടർന്ന് തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് ഈ ബാഗിലേക്ക് ഇടുകയുമായിരുന്നു. ഇതേ തുടർന്ന് സ്ഫോടനം ഉണ്ടാവുകയായിരുന്നു. സ്ഫോടനത്തിൽ 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വില്ലേജ് അസിസ്റ്റന്റ് വേണു ഉൾപ്പെടെ 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ അത് സംബന്ധിച്ച സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. അതോടൊപ്പം വില്ലേജ് ഓഫീസിനുള്ളിൽ ഉണ്ടായിരുന്ന റെക്കോർഡുകളും അതോടൊപ്പം കമ്പ്യൂട്ടറുകളും കത്തി നശിച്ചിട്ടുണ്ട്. രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു സംഭവം. എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ പോലീസിന് ഇപ്പോഴും വ്യക്തതയില്ല. തുടർന്ന് സ്ഫോടനം നടന്ന ശേഷം ഈ വ്യക്തി ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. പുറത്തേക്ക് ഓടുകയും തുടർന്ന് ബൈക്കിൽ കയറി രക്ഷപ്പെടുകയുമായിരുന്നു. സംഭവ സമയത്ത് ഇയാൾ ഹെൽമറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില പുറമ്പോക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം, പാറമടയുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്നാൽ അത് സ്ഥിരീകരിക്കാത്ത ഒരു വാർത്തയാണ്. അത് വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറമ്പോക്കുമായി ബന്ധപ്പെട്ട വിഷയം വില്ലേജ് ഓഫീസിൽ നിലനിന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇതിന് പിന്നിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇത് സ്ഥിരീകരിക്കാത്ത ഒരു കാര്യമാണ്. അത്തരം വിഷയങ്ങളൊക്കെയും ഇനി അന്വേഷണത്തിൽ കണ്ടെത്താൻ. ഇപ്പോൾ വെള്ളറട സി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. വെള്ളറട സി, എന്താണ് സംഭവിച്ചത്? വെള്ളറട സി, എന്താണ് സംഭവിച്ചത്? പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഹോസ്പിറ്റലാണുള്ളത് സാർ, കേൾക്കാമെങ്കിൽ. സി ഐ, താങ്കൾ കേൾക്കാമോ? എന്താണ് പ്രാഥമികമായി സംഭവിച്ചത്? പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ടെലിഫോൺ ബന്ധത്തിൽ തകരാറ്. ദിനകറിലേക്ക് പോകുന്നു. ദിനകർ, പോലീസിന് പോലും ഒരുപക്ഷെ കാര്യങ്ങൾ കൃത്യമായി എത്താൻ കഴിയുന്നില്ല. പ്രാഥമിക നിഗമനത്തിലേക്ക് പോലും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഈ പറയുന്ന വ്യക്തി സംശയിക്കുകയാണെങ്കിൽ നമ്മളുടെ മുന്നിൽ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് പെട്രോൾ ബോംബുമായി എത്തി ബാഗ് തുറന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് തീപ്പെട്ടിക്കൊള്ളി ബാഗിനകത്തേക്കിട്ട് പെട്രോൾ ബോംബ് പൊട്ടിക്കുന്നു. ഇതിലേക്ക് വഴിവെച്ച സാഹചര്യങ്ങളാണ് ഇനി തേടി പോകേണ്ടത്. അതിനപ്പുറത്തേക്ക് വരുമ്പോൾ പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? ഗുരുതരമാണോ? അതിൽ എത്ര പേരാണ് പരിക്കേറ്റത്? കൂടുതൽ ആളുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നോ? എങ്ങനെ ഈ വ്യക്തി അകത്തേക്ക് കടന്നു? സമയക്രമം ഉൾപ്പെടെ പറഞ്ഞാൽ. പ്രജീഷ്, ഇത് വെള്ളറട തീർത്തും വിജനമായ ഒരു പ്രദേശമാണ്, ഗ്രാമപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വലിയ ആൾത്തിരക്കോ അല്ലെങ്കിൽ വലിയ ഒരു ആളുകൾ കൂടുന്ന ഒരു മേഖലയോ അല്ല. അത് വെള്ളറട ടൗണിൽ നിന്നും അല്പം വിട്ടുമാറിയാണ് വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഈ വില്ലേജ് ഓഫീസിനുള്ളിലേക്ക് 11 മണിയോടുകൂടി കോട്ടും ഹെൽമറ്റും ധരിച്ചെത്തിയ ഒരു വ്യക്തി കടന്നു വരികയായിരുന്നു. ഇയാളുടെ കൈവശം ഒരു ബാഗ് ഉണ്ടായിരുന്നു. ഈ ബാഗ് അവിടെ വില്ലേജ് ഓഫീസിനുള്ളിൽ മേശപ്പുറത്ത് വച്ചതിന് ശേഷം വില്ലേജ് ഓഫീസറെ കാണിച്ചു തരാമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഇയാൾ ഈ ബാഗിലേക്ക് തീപ്പെട്ടിക്കൊള്ളി ഉരച്ചിടുകയായിരുന്നു. ഇതേ തുടർന്ന് സ്ഫോടനം നടക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതിനുശേഷം ഇയാൾ കളക്ടർ ബിജു പ്രഭാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബിജു, എന്താണ് പ്രാഥമികമായി താങ്കൾക്ക് ലഭിക്കുന്ന വിവരം ഈ ആക്സിഡന്റ് സംബന്ധിച്ച്? ഇത് ബോംബ് സ്ഫോടനമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. കാരണം ബോംബ് പൊട്ടിത്തെറിച്ച് ആർക്കും പരിക്കേറ്റതായിട്ടൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്ന അനുസരിച്ച്, ഞാൻ അതിന്റെ കൺസേൺഡ് ഹോട്ടലുണ്ടായിരുന്ന SVO ആയിട്ട് നിന്ന് മനസ്സിലാക്കുന്നത്, രാവിലെ 10:30 ഒരാൾ വരികയും ഹെൽമെറ്റ് ധരിച്ച് ഒരാൾ അവിടെ വരികയും അയാൾ പെട്ടെന്ന് എന്തോ പറയുകയും താഴേക്ക് ഒരു കിറ്റ് എടുത്ത്, അതിലൊരു കിറ്റ് പോലെ എന്തൊരു സ്കൂൾ കുട്ടികളുടെ ബാഗ് പോലുള്ള ഒരു കിറ്റ് ഉണ്ടായിരുന്നു പോലും, ആ കിറ്റ് എടുത്ത് തറയിലടിക്കുകയും പെട്ടെന്ന് തീപിടിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അയാൾ പുറത്തേക്ക് പോകുന്നു, വാതിലടയ്ക്കുന്നു, ജീവനക്കാരകത്താകുന്നു. അപ്പോഴത്തേക്ക് തീ വളരെയധികം പെട്ടെന്ന് തന്നെ വ്യാപിക്കുന്നു. അങ്ങനെ ഒരു വില്ലേജ് അസിസ്റ്റന്റ് കാര്യമായിട്ടുള്ള പൊള്ളലേൽക്കുന്നു. ഇയാൾ ബൈക്കിൽ അത് കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ടു പോയെന്നാണ് പറയുന്നത്. ഇതാണ് പെട്ടെന്ന് സംഭവിച്ചിരിക്കുന്നത്. എന്തായിരിക്കാം ശ്രീ ബിജു ഇത്രത്തോളം പ്രകോപനപരമായ ഒരു സംഭവം ആ വ്യക്തിയിൽ നിന്നും ഉണ്ടാകാനിടയാക്കിയ ഒരു സാഹചര്യം? എന്തെങ്കിലും ഉദ്യോഗസ്ഥരോ അവർക്ക് എന്തെങ്കിലും സൂചനയുണ്ടോ? അവർക്ക് ആർക്കും ഒരു സൂചനയില്ല. പക്ഷെ അവരൊക്കെ പറയുന്നത്, സ്ഥിരമായിട്ട് ഞാൻ കഴിഞ്ഞ 2.5 കൊല്ലമായിട്ട് തിരുവനന്തപുരം കളക്ടറായിട്ട് ചാർജ് എടുത്തതിന് ശേഷം ഞങ്ങൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ഈ ജാതി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന വളരെ ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. പ്രത്യേകിച്ച് കൺവേർട്ട് ചെയ്തവർക്ക് കൊടുക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം തർക്കങ്ങൾ വില്ലേജ് ഓഫീസുകളിൽ നടക്കാറുണ്ട്. കാരണം അങ്ങനെ ഏതെങ്കിലും തെറ്റായിട്ട് ജാതി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വില്ലേജ് ഓഫീസറെ സസ്പെൻഡ് ചെയ്യുന്ന ഒത്തിരി ഇൻസ്റ്റൻസസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രകോപിതനായിട്ടുള്ള ഒരാള്
അങ്ങനെയുള്ള ഒരാളായിരിക്കും. നിലത്തിട്ട് നമ്മൾ കണ്ടല്ലോ, ഒരു കൊച്ചു കുഞ്ഞിനെയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ ഡ്രഗിന്റെ അതിന്റെ ഇൻഫ്ലുവൻസിലാണെന്ന് ചെയ്തിരിക്കുന്നു. ആ രീതിയിലുള്ള എന്തെങ്കിലും പ്രകോപനമായിരിക്കും. അല്ലാതെ ഒരു വലിയ മാനം ഉണ്ടായിട്ട് ഈ സ്റ്റേജിൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്തായാലും SP റൂറൽ SP ശ്രീ ഷഫീൻ അഹമ്മദിന്റെ നേതൃത്വത്തിൽ അവിടെ പോലീസ് പാർട്ടി ഉണ്ട്. അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഇപ്പൊ അവിടെ തന്നെ മെഡിക്കൽ കോളേജിലുള്ള ആൾക്കാരെ നോക്കിയതിനു ശേഷം ഞാനും സ്പോട്ടിൽ എത്തുന്നുണ്ട്. എപ്പോൾ ശ്രീ ബിജു പ്രകാശ്, താങ്കൾക്ക് ലഭിച്ച വിവരമനുസരിച്ച് എപ്പോഴായിരുന്നു സംഭവം? എത്ര പേർ ആ സമയത്ത് ഓഫീസിൽ ഉണ്ടായിരുന്നു? എത്ര പേർക്ക് പരിക്കേറ്റു? രാവിലെ 10:30 സംഭവിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ 5 പേർക്കോളമാണ് ഇപ്പം പരിക്കെന്ന് പറയുന്നത്. കാരണം ഈ ജീവനക്കാരെ എല്ലാവരെയും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. അവരുടെ ഫോൺ കിട്ടുന്നില്ല. മെഡിക്കൽ കോളേജിൽ ഇതുവരെ അവർ എത്തിയിട്ടില്ല. അപ്പൊ ഞാനും നേരെ മെഡിക്കൽ കോളേജിലോട്ട് പോവുകയാണ്. എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം വേണം അന്വേഷണം നടത്താൻ. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ മനംനൊന്ത് ഒരു വ്യക്തി ഇങ്ങനെ ഒരു പ്രകോപനം സൃഷ്ടിക്കുന്നു എന്ന നിലയിലേക്ക് കൂടി വ്യാഖ്യാനിക്കപ്പെടേണ്ട ഒരു ഘട്ടമായി മാറുന്നു. നിങ്ങളിതിനെയൊന്നും പൊളിറ്റിക്കലായിട്ട് എടുക്കാതെ. ഇല്ലല്ല, രാഷ്ട്രീയമല്ല ഞാൻ ചോദിച്ച, താങ്കൾ പറഞ്ഞതുപോലെ ഇങ്ങനൊരു അവസ്ഥ ഇല്ല രാഷ്ട്രീയമല്ല. ഈ ഘട്ടത്തിൽ ഞാനത് ആ ഒരു അർത്ഥത്തിലല്ല ചോദിക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക്, കാരണം താങ്കൾ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ഏതെങ്കിലും തെറ്റായ ഒരു നിലപാടുണ്ടെങ്കിൽ അതിൽ മനം തൊന്നുവന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു പ്രക്രിയ ചെയ്യുന്നു, അങ്ങനെയും വ്യാഖ്യാനിക്കേണ്ടി വരുന്നല്ലോ എന്നാണ് ചോദ്യം. അങ്ങനെ വ്യാഖ്യാനിക്കുകയല്ല. ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം ഈ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് സംബന്ധിച്ചിട്ടുള്ള വില്ലേജ് ഓഫീസിൽ വളരെയധികം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ്. പലപ്പോഴും അന്വേഷിക്കാതിരിക്കുമ്പോൾ വില്ലേജ് ഓഫീസർമാരെ പിന്നീട് ജാതി സർട്ടിഫിക്കറ്റ് കീർത്താർട്സിന്റെയും മറ്റും അന്വേഷണത്തിൽ പലപ്പോഴും വില്ലേജ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് അവർ വളരെ കോഷ്യസ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ കൊടുക്കുന്നത്. അതായിരിക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രാഥമികമായിട്ടുള്ളത്. ഇത് അനാസ്ഥയായിട്ട് കണക്കാക്കേണ്ട, തെറ്റായിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥർക്ക് എപ്പോഴായാലും പ്രോബ്ലം തന്നെയാണ്. അട്ടിമറി ഏതെങ്കിലും രീതിയിൽ സംശയിക്കുന്നുണ്ടോ? മറ്റേതെങ്കിലും രീതിയിൽ ഒന്നും അറിയില്ല. എന്തായാലും SP നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഇത് വളരെ ഇപ്പം തുടങ്ങിയ സംഭവം ഉണ്ടായിട്ട് ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. കൂടുതൽ നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റേജിൽ പറയാൻ പറ്റുന്നില്ല. കൂടുതൽ ഞങ്ങൾ വിവരം അറിയിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരെയും വിവരം അറിയിക്കുന്നു. വളരെ നന്ദി ശ്രീ ബിജു പ്രഭാകർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. വെള്ളറട വില്ലേജ് ഓഫീസിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. പക്ഷേ കളക്ടർ നൽകിയ വിവരമനുസരിച്ച് വലിയ രീതിയിലുള്ള അട്ടിമറി എന്ന രീതിയിലേക്ക് സംശയങ്ങൾ പോകേണ്ടതില്ല എന്നാണ് കളക്ടർ നൽകുന്ന വിവരം. വിശദാംശങ്ങളിലേക്ക് കൂടുതൽ പോകുമ്പോൾ KG ദിനകർ ചേരുന്നു. ദിനകർ, കളക്ടർ സൂചിപ്പിച്ചതുപോലെ ലഭിക്കുന്ന വിവരം, അതും കളക്ടർക്ക് ലഭിക്കുന്നതും പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ്. സംഭവിച്ചത് ഒരു വ്യക്തി അവിടെ വന്ന് പെട്രോൾ ബോംബ് കൈവശമിരുന്ന, കളക്ടർ പറഞ്ഞതുപോലെ തറയിലേക്ക് ആഞ്ഞടിക്കുന്നു, ഒരു സ്ഫോടനം ഉണ്ടാകുന്നു. പ്രകോപനത്തിന് ഇടയാക്കിയ ഘട്ടം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ജാതി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കിട്ടേണ്ട ഫയലുകളോ ഏതെങ്കിലും സംബന്ധിച്ചുള്ള കാലതാമസമൊക്കെ ആയിരിക്കും, മനംനൊന്തായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ ചെയ്തതെന്നും. പോലീസിനാണ് ഇനി അന്വേഷണ ദിശ സംബന്ധിച്ചും എന്താണ് പ്രാഥമിക സംഭവിച്ചതെന്ന് പറയേണ്ടതും. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് സൂചനകൾ ലഭിക്കുന്നുണ്ടോ? പ്രജീഷ്, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും പോലീസിന് ലഭ്യമല്ല. ഇക്കാര്യത്തിൽ വില്ലേജ് ഓഫീസറെ ഉൾപ്പെടെ വിശദാംശങ്ങൾ ശേഖരിക്കേണ്ടി വരും. പോലീസിനെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. സംഭവസ്ഥലം റൂറൽ SP ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രമാവും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ 11 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പല രീതിയിലുള്ള അന്വേഷണങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു അന്തിമ ഫലത്തിലേക്ക് ഇവർ എത്തിച്ചേരാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള കാരണം എന്താണ് എന്ന് സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവിടെ എത്തിയിരുന്ന വ്യക്തി ഹെൽമറ്റ് ധരിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെ ആരാണ് ഇതിന് പിന്നിൽ എന്ന് സംബന്ധിച്ച് യാതൊരു ഊഹവും വില്ലേജ് ഓഫീസിലുള്ള ജീവനക്കാർക്കും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത്, ഇതിന് പിന്നിലെ കാരണം എന്ത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത കൈവന്നിട്ടില്ല. പ്രജീഷ്, പരിക്കേറ്റവരുടെ നില ഏത് രീതിയിലാണ്? എത്ര പേർക്ക് പരിക്കേറ്റു? കളക്ടർ പറയുന്നത് പോലെ 7ഓളം ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയും ചെയ്യുന്നു. ഏത് ആശുപത്രിയിലാണ് ഇവരെ എത്തിച്ചിരിക്കുന്നത്? അവരുടെ നില സംബന്ധിച്ച് പ്രജീഷ്, 7 പേർക്കാണ് പരിക്കേറ്റത്. ഇവരെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരിൽ ചിലരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്
കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവരിൽ ആരുടെയും നില അതീവ ഗുരുതരമല്ല എന്നും ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീപിടുത്തത്തിനിടയിൽ പൊള്ളലേറ്റ് ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ അതീവ ഗുരുതരമായിട്ട് ആർക്കും പരിക്കേറ്റിട്ടില്ല എന്ന വാർത്തയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. പ്രജീഷ്, ബോംബ് സ്ഫോടനമല്ല എന്ന സ്ഥിരീകരണം കളക്ടർ തന്നെ പറഞ്ഞിരിക്കുന്നു. അത് വ്യക്തമായും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. തീർച്ചയായും ബോംബ് സ്ഫോടനമല്ല എന്ന പ്രാഥമികമായിട്ടുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്നാൽ എന്താണ് സ്ഫോടനത്തിന് ഇടയാക്കിയ വസ്തു എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. അത്തരം കാര്യങ്ങളൊക്കെയും അന്വേഷണത്തിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ എന്തായാലും വെള്ളറടയിലുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ വില്ലേജ് അസിസ്റ്റന്റ് വേണുഗോപാൽ 45 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ എത്തിച്ചു. കയ്യിലും അദ്ദേഹത്തിൻ്റെ മുഖത്തും പൊള്ളലേറ്റിട്ടുണ്ട് എന്ന് ആണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അതീവ ഗുരുതരമല്ല എന്നും മെഡിക്കൽ കോളേജിൽ നിന്നും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നു. പ്രജീഷ്, അതായത് ഗുരുതരമായ പരിക്ക് അല്ല ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീവ്രത നമുക്ക് അനുമാനിച്ചാൽ വലിയ ഉഗ്രശേഷിയുള്ള വസ്തുക്കൾ ഒന്നുമല്ല പൊട്ടി തെറിച്ചിരിക്കുന്നത് എന്ന നിഗമനത്തിലേക്ക് വരേണ്ടി വരും. പ്രജീഷ്, തീർച്ചയായും അത് അതീവ അല്ലെങ്കിൽ സ്ഫോടക ശേഷിയുള്ള വസ്തുവാണ് പൊട്ടിത്തെറിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. കാരണം 6 പേർക്ക് പരിക്കേറ്റവരെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവരുടെ ചിത്രങ്ങൾ നമ്മൾ പുറത്തുവിടുകയും ചെയ്തു. നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് അവരുടെ ദേഹത്തും കൈകളിലുമൊക്കെ ചെറിയ തോതിലുള്ള പൊള്ളലുകളാണ് ഉണ്ടായിട്ടുള്ളത്. വില്ലേജ് അസിസ്റ്റന്റ് വേണുവിന് ആണ് മുഖത്തും അതോടൊപ്പം തന്നെ കയ്യിലും പൊള്ളലേറ്റിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് കൂടുതൽ വ്യക്തമായി പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില വസ്തു സംബന്ധിച്ച പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതാണോ ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. അത്തരം രീതിയിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുകയും ചെയ്തത്. ഹെൽമറ്റ് ധരിച്ച വ്യക്തി ആയതുകൊണ്ട് തന്നെ ആരാണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്നത് സംബന്ധിച്ച് വില്ലേജിലെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. വില്ലേജ് ഓഫീസറെ കാണിച്ചു തരാമെന്ന് വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ഈ വസ്തു അവിടെ സ്ഫോടനം നടത്തിയത്. അതിനുശേഷം ഇയാൾ ഇറങ്ങി ഓടുകയും ബൈക്കിൽ രക്ഷപ്പെടുകയുമായിരുന്നു. തീർച്ചയായും ഇവിടെ ദിനകർ, പ്രാഥമികമായി നമ്മൾ ലഭിച്ച വിവരങ്ങൾ ക്രോഡീകരിക്കപ്പെടുമ്പോൾ അല്പസമയം മുമ്പ് വിവരങ്ങളുടെ വ്യക്തതയ്ക്ക് വേണ്ടി വിളിച്ച കളക്ടർ ബിജു പ്രഭാകർ പറഞ്ഞത് ഇപ്പോൾ ജീവൻ കുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ജീവൻ, എന്താണ് സംഭവിച്ചത്? കളക്ടർ അല്പസമയം മുമ്പ് പറഞ്ഞത് ബോംബാക്രമണമല്ല ഇത് എന്നാണ് പറഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? വ്യക്തതയിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രജീഷ്, സംഭവത്തിന്റെ സ്ഥിതി അല്പം ദുരൂഹമായി മാറുകയാണ്. കാരണം രാവിലെ 11:30യോടുകൂടി സംഭവിച്ച ഈ സംഭവത്തിൽ എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്നത് ഒരു കൃത്യമായ വിശദീകരണം തരാൻ ജില്ലാ ഭരണകൂടത്തിനോ പോലീസിനോ ഈ ഘട്ടത്തിൽ കഴിയുന്നില്ല എന്നതാണ് ഒരു വസ്തുത. ചില ഫീഡ്ബാക്സുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിന് പ്രകാരം ഇപ്പോൾ ദൃക്സാക്ഷികൾ, അതായത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ദൃക്സാക്ഷികളുടെ മൊഴി മാധ്യമപ്രവർത്തകർക്ക് ലഭ്യമായിട്ടുണ്ട്. അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കറുത്ത ബുള്ളറ്റിലെത്തിയ ഒരു അക്രമി വില്ലേജ് ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു കോട്ട് ധരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഹെൽമറ്റ് ധരിച്ച വ്യക്തിയാണ് അവിടെ എത്തിയത്. ആദ്യം ഞാനൊരു സൂത്രം കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന പെട്രോള് ജീവനക്കാരുടെയും ഫയലുകളുടെയും നേരെ ഒഴിക്കുകയായിരുന്നു. ഒപ്പം ഒരു പൊടി കൂടി ഇതിനോടൊപ്പം വിതറിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് താൽക്കാലികമായി ഇത് യഥാർത്ഥത്തിൽ ഒരു വില്ലേജ് ഓഫീസായി പ്രവർത്തിക്കുന്ന കെട്ടിടമല്ല. അത് നിലവിലത്തെ വില്ലേജ് ഓഫീസ് ഇടിഞ്ഞു മാറിയതിനെ തുടർന്ന് താൽക്കാലികമായ ഒരു അംഗനവാടി കെട്ടിടം താൽക്കാലികമായി പ്രവർത്തിക്കാനായി കൊടുക്കുകയായിരുന്നു. ഇതിനോട് ചേർന്ന് ഒരു ഹോമിയോ ഡിസ്പെൻസറിയും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ബൈക്ക് വെച്ചതിന് ശേഷമാണ് അക്രമി അകത്തേക്ക് കടന്നത്. തുടർന്ന് പെട്രോൾ വീശി ഫയലുകളുടെയും നേരെ എറിയുകയായിരുന്നു. ഒപ്പം ജീവനക്കാരുടെ നേരെ എറിയുകയായിരുന്നു. 3 ജീവനക്കാർക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ഐസക്, വിജയമ്മ, വേണുഗോപാൽ എന്നീ 3 ജീവനക്കാരെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ബാക്കിയുള്ള 3 പേർ അവിടെ ഉണ്ടായിരുന്നു. പ്രഭാകരൻ നായർ, കൃഷ്ണകുമാർ, മോഹനൻ നായർ എന്നിവർ അവിടെ ഉണ്ടായിരുന്നു. അവരെ ആനപ്പാറ ഗവൺമെന്റ് ആശുപത്രിയിലും ചികിത്സ നൽകിയിട്ടുണ്ട്. അവിടെ
ചില ഇടപാടുകൾക്കായി ചില വന്ന ജീവൻ സംഭവിച്ചത് ബോംബ് സ്ഫോടനമോ അല്ലെങ്കിൽ പെട്രോൾ ബോംബ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതല്ല എന്നാണോ ദൃക്സാക്ഷികൾ പറയുന്നത്? ഈ പറയുന്ന ദൃക്സാക്ഷി എന്ന് പറയുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥർ ആണോ അതോ പരിസരത്ത് അവിടേക്ക് വന്ന ആളുകളാണോ? ആരിൽ നിന്നാണ് ഈ ഇത്തരം പ്രാഥമിക വിവരങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടത്? ബോംബ് സ്ഫോടനം അല്ലെങ്കിൽ പിന്നെ തീയിട്ട് നശിപ്പിച്ചതാണോ? അങ്ങനെയാണോ ഇവർ പറയുന്നത്? ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ഉദ്യോഗസ്ഥരോട് പ്രാഥമികമായി ചോദിച്ച് മനസ്സിലാക്കുക മാത്രമാണ് ഈ ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകർ ചെയ്തിരിക്കുന്നത്. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പ്രാദേശികമായ ചില മാധ്യമ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരമാണ്. ഒപ്പം ചില ദൃക്സാക്ഷികൾ അടുത്തുണ്ടായിരുന്നു. അവരിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള മൊഴിയുടെ ഭാഗമാണ് ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അക്രമി ഉള്ളിൽ പ്രവേശിച്ച് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ജീവനക്കാരുടെയും ഫയലുകളുടെയും നേരെ വലിച്ചെറിയുകയായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഒപ്പം ചില പൊടിയും ഇതിനോടൊപ്പം വിതറിയിട്ടുണ്ട്. അത് എന്ത് പൊടിയാണ് എന്ന് വ്യക്തമല്ല. പോലീസ് ഇപ്പോൾ അവിടെ സംഭവ സ്ഥലത്തെത്തിയ പോലീസ് അകത്തേക്ക് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കടത്തിവിടാൻ തയ്യാറാവുന്നില്ല. അത് പൂർണ്ണമായും പോലീസ് അതിന്റെ സുരക്ഷ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. അത് പൂർണ്ണമായും അടച്ച നിലയിലാണ് ഉള്ളത്. അതിനാൽ തന്നെ ദൃശ്യങ്ങൾ ലഭ്യമാകുന്നതിനും ചില പരിമിതികളുണ്ട്. എന്നാൽ അതിനു മുമ്പ് അവിടെ എത്തിയ ചില പ്രദേശവാസികൾ എടുത്ത വിഷ്വലുകൾ നമ്മുടെ കൈവശമുണ്ട്. അതാണ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം ജീവനക്കാരിൽ നിന്ന് നൽകിയിരിക്കുന്ന ജീവൻ ഇവിടെ അട്ടിമറിയിലേക്ക് അല്ലെങ്കിൽ സംശയിക്കപ്പെടുമ്പോൾ നേരത്തെ കളക്ടർ സൂചിപ്പിച്ച ഒരു കാര്യം, ഒന്നുകിൽ ജാതി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും വില്ലേജ് ഓഫീസുമായി ലഭിക്കേണ്ട ഏതെങ്കിലും നോട്ടീസുകളോ അല്ലെങ്കിൽ ഫയലുകളോ കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതെ പോയ ഏതെങ്കിലും ഒരു വ്യക്തി മനം നൊന്ത് വന്ന് ചെയ്തു കൂട്ടിയ ഒരു കൃത്യമായിരിക്കും എന്ന പ്രാഥമികമായി കളക്ടർ ഔദ്യോഗികമല്ല അനൗദ്യോഗികമായി നമ്മോട് പ്രതികരിച്ചത്. ആ തരത്തിൽ ഏതെങ്കിലും തരത്തിലാണോ യുവാവ് പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരമൊരു കൃത്യം ചെയ്തത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? പ്രതീഷ്, ഇത് സംബന്ധിച്ച് യാതൊരുവിധ സൂചനകളും ലഭിക്കുന്നില്ല. കളക്ടർ അടക്കമുള്ള ആളുകൾക്ക് ഈ കാര്യത്തിൽ അഭ്യൂഹങ്ങൾ മാത്രമായിരിക്കും അവർക്കും ലഭ്യമാവുക. കാരണം അവർക്കും നമുക്കുമെല്ലാം വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരേ സ്രോതസ്സിലൂടെ തന്നെയായിരിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ ഞാൻ കരുതുന്നത്. പക്ഷെ നമ്മളെക്കാൾ കുറച്ചുകൂടെ ആധികാരികമായി അവർക്ക് വിശദാംശങ്ങൾ കിട്ടാനുള്ള ഇടയുമുണ്ട്. എന്നാൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരപ്രകാരം അക്രമി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനവും അക്രമിക്കുണ്ടാകുന്ന ഒരു സാഹചര്യവും വില്ലേജ് ഓഫീസിൽ രാവിലെ ഉണ്ടായിരുന്നില്ല. എന്നാൽ വളരെ കരുതിക്കൂട്ടി അക്രമി കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ കൊണ്ടുവന്ന് ജീവനക്കാരുടെയും ഒപ്പം അവിടെ കൂടി നിന്ന ജനങ്ങളുടെയും ഫയലുകളുടെയും നേരെ ഒഴിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബ്രീഫ് കേസ് കൂടി ഉണ്ടായിരുന്നു. ആ വസ്തുവാണ് പൊട്ടിത്തെറിച്ചത് എന്ന മറ്റൊരു വസ്തുത കൂടെ കേൾക്കുന്നുണ്ട്. എന്നാൽ ഈ വാർത്തകളൊന്നും ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാനാവുന്നില്ല എന്നതാണ് നമുക്ക് മുന്നിലുള്ള മറ്റൊരു ദുര്യോഗം. അല്പസമയങ്ങൾക്കുള്ളിൽ നമുക്ക് ഈ കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഈ കാര്യത്തിൽ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. ഒപ്പം കളക്ടർ അടക്കമുള്ളവരും അവിടേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ കൂടി എത്തിക്കഴിഞ്ഞ് ഈ കാര്യത്തിൽ ആധികാരികമായ ഒരു വിശദീകരണം ലഭ്യമാവേണ്ടതുണ്ട്. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണ്, ചില പുറമ്പോക്ക് ഭൂമി പതിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട് അടക്കം ചില നിർണായകമായ രേഖകളും കത്ത് നശിച്ചിട്ടുണ്ട്. നിലവിൽ അവിടെ ഒരു പുറമ്പോക്ക് ഭൂമി പതിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നതായി സ്ഥിരീകരിക്കാനാവാത്ത വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ പോലും ആ കാര്യത്തിൽ ചില സ്ഥിരീകരണങ്ങൾ അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകാൻ കഴിയും. അതടക്കമുള്ള രേഖകളും കത്ത് നശിച്ചത് കൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു ദുരൂഹതയുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ അതായത് ജീവൻ ഉദ്യോഗസ്ഥരോട് ആരാഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥ സംബന്ധിച്ച് നിജസ്ഥിതി സംബന്ധിച്ച് കാര്യങ്ങൾ വ്യക്തമാകും. കാരണം ഇങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായമോ അല്ലെങ്കിൽ പരാതിയോ നിലനിൽക്കുന്നതായിരുന്നു. അങ്ങനെ ആരെങ്കിലും ഇത് സംബന്ധിച്ച് നേരത്തെ ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് പ്രകടമായി നിലനിന്ന വസ്തുതകളൊക്കെയും സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ അക്രമിയെ സംബന്ധിച്ച് കൂടി ഉദ്യോഗസ്ഥരോട് ആരാഞ്ഞാൽ കിട്ടാവുന്ന തെളിവുകൾ പോലീസിന് സ്വരൂപിക്കാൻ കഴിയും. പ്രതീക്ഷ, നമുക്കറിയാം ഒരു വില്ലേജ് ഓഫീസ് ആകുമ്പോൾ 1000 കാര്യങ്ങൾക്ക് ജനങ്ങൾ സമീപിക്കുന്ന ഒരു ഓഫീസ് കൂടിയാണ് വില്ലേജ് ഓഫീസ്.
പലപ്പോഴും നടക്കുന്നതും നടക്കാത്തതുമായ ഒരുപാട് വിഷയങ്ങൾ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കൈകാര്യം ചെയ്യേണ്ടതായി വരും. അതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സംഭവം പെട്ടെന്ന് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ച് ഇതുപോലൊരു സന്ദർഭത്തിൽ ഓർത്തെടുക്കുക പ്രായോഗികമല്ല. അത് അങ്ങനെയാണ് എന്നത് തീർച്ചയായും നമ്മുടെ ഒരു അനുമാനത്തിലേക്ക് മാത്രമേ നമുക്കിപ്പോൾ എത്താനാവൂ. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതിന്റെ ഭാഗമായി ആയിട്ടാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നത് ഇപ്പോൾ നമുക്ക് നമ്മുടെ പരികല്പനയിൽ നിന്നും മെനഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു കഥ മാത്രമായിരിക്കും. എന്നാൽ അതിന് ഔദ്യോഗികമായ ചില സ്ഥിരീകരണങ്ങൾ ഉണ്ടാകണമെങ്കിൽ കൃത്യമായ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അവരുടെ മൊഴിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ സംഭവിച്ച സംഭവത്തെ തുടർന്ന് വളരെ ഷോക്കായ ഒരു അവസ്ഥയിലാണ് അവർ നിലവിലുള്ളത്. അവര് പോലീസുമായി തന്നെ സംസാരിക്കുമ്പോൾ ലഭ്യമാകുന്ന ചില പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഉള്ളത്. ആർക്കാണ് ഏതെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് നിഷേധിച്ചത്? ജീവൻ ഈ കൃത്യം ചെയ്തു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പുറത്തേക്ക് പോയി, ഈ കത്തിച്ചതിന് ശേഷം പുറത്തേക്ക് പോയി എന്നാണോ ദൃക്സാക്ഷി പറയുന്നത്? കത്തിച്ചതിന് പെട്രോൾ വലിച്ചെറിഞ്ഞതിന് ശേഷം തുടർന്ന് അവിടെ ഉണ്ടായിരുന്നവർ ഷോക്കാവുകയായിരുന്നു. കയ്യിൽ ഇത്തരത്തിൽ അക്രമകാരിയായി നിൽക്കുന്ന ഒരാളെ അവർക്ക് പെട്ടെന്ന് പിടിക്കാൻ കഴിഞ്ഞില്ല. ഇയാൾ ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി ഈ ഇരുന്ന വാതിൽ അടച്ചു പൂട്ടുകയായിരുന്നു. തുടർന്ന് ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് ബുള്ളറ്റ് അതിവേഗത്തിൽ ഓടിച്ചുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ബുള്ളറ്റിനായുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അക്രമിക്ക് സ്വാഭാവികമായും പെട്രോൾ ഉപയോഗിച്ചുള്ള ആക്രമണമാണെങ്കിൽ തീ കത്തിക്കുമ്പോൾ അക്രമിക്കും പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അക്രമി ഏതെങ്കിലും തരത്തിൽ ഒരു സമീപ പ്രദേശങ്ങളിൽ ഏതെങ്കിലും ആശുപത്രിയിൽ ചികിത്സ തേടി എത്താൻ സാധ്യതയുണ്ട് എന്നാണ് പോലീസിന്റെ അനുമാനം. അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറുകൾക്കും അതുമായി ബന്ധപ്പെട്ടുള്ള ഏജൻസികൾക്കുമെല്ലാം ഇപ്പോൾ പോലീസ് ഒരു അലർട്ട് ഈ കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. പോലീസ് വളരെ മാസീവായ ഒരു തിരച്ചിൽ തന്നെ ഈ കാര്യത്തിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ മറ്റു വിശദാംശങ്ങൾ ലഭ്യമാകണമെങ്കിൽ അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതീഷ്, ജീവൻ കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് അന്വേഷിക്കുക. ഇടവേളയിലേക്ക് പോകേണ്ട സമയമാണ്. ഇടവേളയിലേക്ക് പോയ ശേഷം പെട്ടെന്ന് വില്ലേജ് ഓഫീസിലെ സ്ഫോടനം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളിലേക്ക് പെട്ടെന്ന് മടങ്ങിയെത്താം.